നമ്മളിപ്പോൾ നിൽക്കുന്നത് വാളാടി മേൽപ്പുരട്ടെന്ന് പറയുന്ന നമ്മുടെ ഒരു തോട്ടമേഖലയിലാണ്. ഇവിടുത്തെ കർഷകൻ നമ്മുടെ ഭൂവസ്ത്ര നിലവിൽ ഉപയോഗിച്ചു. ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ തോട്ടം സന്ദർശിക്കുകയാണ്. നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാലോ, വേനലാണ്, മഴയില്ല. അപ്പോൾ പോലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് നമുക്ക് കർഷകനോട് തന്നെ ചോദിക്കാം. പേരെന്തായിരുന്നു? ഷാജഹാൻ അല്ലേ? നമ്മുടെ ഇപ്പോൾ ഭൂവസ്ത്ര ഇട്ടിട്ട് എത്ര നാളായി? 3 മാസം അല്ലേ? ഇപ്പം എന്തൊക്കെ മാറ്റങ്ങളാണ് ഭൂവസ്ത്ര ഇട്ടിട്ട് കാണുന്നത്? ചിമ്പിന് നല്ല കരുത്തും കട്ടിയുമായി, ഇലയ്ക്ക് നല്ല പച്ചപ്പായി അല്ലേ? ചിമ്പ് നല്ല ഹൈറ്റായി. ചിമ്പിന് നല്ല ഹൈറ്റ് ഉണ്ട്. ചിമ്പിന് ഹൈറ്റായി, ശരം ഹൈറ്റായി, കാ പിടിക്കാൻ തുടങ്ങിയിട്ടല്ലേ? നിലവിൽ നമ്മുടെ ഇത് ഇപ്പൊ ഈ ഒരു ചെടി തന്നെ എടുത്തിട്ട് ഇതിന് നേരത്തെ എത്ര ഹൈറ്റോ ഉണ്ടായിരുന്നുള്ളൂ? ഒന്ന് കാണിക്കാവോ? ഈ ചെടിക്കോ? ഓക്കെ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിന് ഇത് നല്ല വളർച്ചയായി. ശരി, ഓക്കെ. അതുപോലെ ശരത്തിനോ? ശരത്തിന് ഇപ്പൊ നേരത്തെ എന്ത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ? ഒന്ന് കാണിക്കാവോ? ചെടിയിൽ കാണിക്കാവോ ഒന്ന്? ഇപ്പൊ ഇത്രയും വന്നിട്ടുണ്ടല്ലേ? അപ്പൊ നല്ല വ്യത്യാസമാണ്. അതായത് നമ്മൾ നിലവിൽ വർഷങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരാളാണ്. പലതരത്തിലുള്ള രാസവളങ്ങളും പലതരത്തിലുള്ള വളങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കേവലം നമ്മുടെ ഒരു ഭൂവസ്ത്ര നമ്മൾ ഒരു 30 ഗ്രാമാണ് ചുവട്ടിട്ടത്. പക്ഷേ ഇപ്പൊ തന്നെ വലിയ വ്യത്യാസം നമുക്ക് ഈ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? എന്തായാലും ഈ തോട്ടം നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ നമുക്ക് വളരെ ഗംഭീരമായി വിളവെടുക്കണം. അപ്പം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മുടെ പ്രൊഡക്റ്റ് ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ 6 മാസത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഭൂവസ്ത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഓരോ തവണ നമ്മൾ വിളവെടുപ്പിന് ശേഷം നമ്മുടെ മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് ഗ്രോ മാജിക് അഡ്വാൻസ് ആണ്. അത് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് പ്രധാനമായും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പൂക്കൾ കൂടുതൽ ഉണ്ടാകാനും, പൂ പൊഴിയാതിരിക്കാനും, കായ ഉണ്ടാകാനും, കാ പൊഴിയാതിരിക്കുവാനും, കായ്ക്ക് കേട് വരാതിരിക്കാനും, അതുപോലെ തന്നെ നല്ല ലിറ്റർ തൂക്കം ഉണ്ടാകാനും, മറിച്ച് അതുപോലെ തന്നെ നിറം ഉണ്ടാകും, സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ കർഷകരുടെ ഈ ഏലം പലപ്പോഴും തിരിഞ്ഞു മാറ്റപ്പെടുന്നതിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മേൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നിറത്തിനും അതുപോലെ തന്നെ അതിൻ്റെ സുഗന്ധത്തിനും അതുപോലെ തന്നെ തൂക്കത്തിനുമൊക്കെ ഗുണനിലവാരം മെച്ചപ്പെടുകയും ചെയ്യും. നമുക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. നമ്മുടെ നിലവിൽ ഇത്രയുണ്ട്, ഒരടി പോലും ഇല്ലാത്ത ശരമായിരുന്നു നമ്മുടെ ഈ തോട്ടത്തിൽ കണ്ടിരുന്നത്. നിലവിൽ കണ്ടോ, ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, ഒരടി പോലും ഇല്ല ശരം. അതായത് വളരെ സൂക്ഷിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ നന്നായിട്ട് വളങ്ങളൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ ഇപ്പം കുറച്ച് വളരാൻ തുടങ്ങി അല്ലേ? ഇത് വലുതാൻ തുടങ്ങി. ഒന്ന് കാണിച്ചു സാറേ. നമ്മുടെ ഭൂവസ്ത്രം ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കിക്കേ, എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിക്കേ. ഏകദേശം ഇപ്പം തന്നെ ഒരു 4 അടിക്ക് 5 അടിക്ക് മുകളിൽ ഇത് വലിപ്പം എത്തിക്കഴിഞ്ഞു. ഇത് അടുത്തൊന്ന് കാണിച്ചു സാറേ. ഒന്ന് നിവർത്തി പിടിക്കും സാർ, ഒന്ന് ഹൈറ്റ് നിവർത്തി പിടിച്ച് കണ്ടോ. 5 അടിക്ക് മുകളിലായിക്കഴിഞ്ഞു. അതായത് 1 അടി പോലും വലിപ്പമില്ലായിരുന്ന നമ്മുടെ ശരം ഇപ്പോൾ 5 അടിക്ക് മുകളിൽ ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ വ്യത്യാസമായി. അപ്പം നിരവധി ചിമ്പ് അടിച്ചു വരുന്നുണ്ട്. ഫലത്തിൽ നമുക്ക് ചിമ്പിൻ്റെ എണ്ണം കൂടും, ആരോഗ്യമുള്ള ചിമ്പുണ്ടാകും. അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള നമ്മുടെ ശരവും നല്ല രീതിയിലേക്ക് ഉൽപ്പാദനം ഉണ്ടാകുന്നുണ്ട്. നല്ല ഉണ്ടോ? ഇതാണ് തൊട്ട് മുകളിലുള്ള, അത് തൊട്ട് ഒരു 10 അടി മുകളിലുള്ള ഒരു പറമ്പിൻ്റെ അവസ്ഥയാണ്. ചിമ്പൊക്കെ വളരെ ശോചനീയമായിട്ടാണ് വരുന്നത്. ശരത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടെ കാണാമല്ലേ? ഇതുണ്ടോ? ഇതാണ് അവസ്ഥ അല്ല? ഇതെല്ലാം അത് തന്നെയാണ്. വളരെ ഉണ്ടോ, ഒരു 1/2 അടി പോലും നമ്മുടെ ചിമ്പിൻ്റെ ശരത്തിന് സൈസ് ഇല്ല. കണ്ടോ, ഇതാണ് അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറിൻ്റെ ആണല്ലേ? ഇത് ബ്രദറാണ്. അടുത്ത ദിവസം നമ്മുടെ ഭൂവസ്ത്രം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ്. ഓക്കെ, കണ്ടോ, നമ്മളതിൻ്റെ താഴെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് ഇത് ഭൂവസ്ത്രം ഉപയോഗിച്ച സ്ഥലമാണ്. ഇവിടുത്തെ നോക്കിയേ, ഇവിടുത്തെ ഉൽപ്പാദനം നോക്കിയേ, അതിന് മുകളിലോട്ട് നോക്കിയേ, ശരത്തിൻ്റെ നീളം നോക്കിയേ, എത്ര വലിപ്പമുണ്ടെന്ന് നോക്കൂ. ശരം ഒരു 6 അടിക്ക് മുകളിലുള്ള നീളമുള്ള ശരവും അതുപോലെ തന്നെ നിറയെ കായുമുണ്ട്. കായ്ക്കൊക്കെ നല്ല വലിപ്പമുണ്ട്, കായുടെ എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു വ്യത്യാസം. ഒന്ന് വ്യത്യാസം മനസ്സിലാക്കും. തൊട്ടടുത്തുള്ള ആ കാണുന്ന തൊട്ട് മുകളിൽ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ ഇത് നമുക്ക് കണ്ട് മനസ്സിലാക്കാമല്ലോ. ഇതാണ് വ്യത്യാസം അല്ലേ? ഇത് അവിടെ പോസ്റ്റർ ഇട്ടിട്ടില്ലല്ലോ അല്ലേ? പോസ്റ്റർ ഇട്ടിട്ടില്ലല്ലോ. ഒന്ന് മുഖത്തോട് പിടിക്കാവോ? ഒന്ന് മുഖത്തോട് പിടിക്കുക. പോസ്റ്റർ ഇട്ടിട്ടില്ലല്ലോ. ഈ തോട്ടത്തിൽ നമ്മൾ പോസ്റ്റർ ഇട്ടു, പോസ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അത് സഹോദരൻ്റെയാണ് അല്ലേ? അവിടെ പോസ്റ്റർ ഇട്ടിട്ടില്ല, പക്ഷെ അവിടുത്തെ അവസ്ഥ ഇതുപോലെ തന്നെ മോശമായ അവസ്ഥയാണ് അല്ലേ? ഓക്കെ, താങ്ക് യു.